തിരുവനന്തപുരം നഗരത്തിലെ വെള്ളക്കെട്ട് പരിഹരിക്കാൻ ഇടപെടലുമായി കേന്ദ്ര സർക്കാർ പുതിയ പദ്ധതിക്കായി 200 കോടിയുടെ പദ്ധതി സമർപ്പിക്കാൻ നിർദ്ദേശം. 150 കോടി രൂപ കേന്ദ്ര സർക്കാർ അനുവദിക്കും. 50 കോടി സംസ്ഥാന വിഹിതം വഹിക്കണം. ഈ മാസം അവസാനത്തോടെ രൂപരേഖ സമർപ്പിക്കാനാണ് നിർദ്ദേശം. തലസ്ഥാന നഗരിയിലെ വെള്ളക്കെട്ട് ദേശീയ ശ്രദ്ധയിലേക്കുൾപ്പെടെ BJP കൊണ്ടുവന്നിരുന്നു. പ്രശ്നത്തിന് ശാശ്വത പരിഹാരം കൊണ്ടുവരാൻ കേന്ദ്ര സർക്കാരിന്റെ സഹായവും BJP ജില്ലാ നേതൃത്വം തേടി. BJP നേതൃത്വത്തിന്റെ അഭ്യർത്ഥന കൂടി പരിഗണിച്ചാണ് തലസ്ഥാന നഗരിയിലെ വെള്ളക്കെട്ട് ഒഴിവാക്കാൻ 200 കോടി രൂപയുടെ പദ്ധതി സമർപ്പിക്കാൻ കേന്ദ്ര സർക്കാർ നിർദ്ദേശം നൽകിയത്. ഇതിൽ 150 കോടി രൂപ കേന്ദ്ര സഹായമായി അനുവദിക്കും. രാജ്യത്തെ 7 നഗരങ്ങളിലെ ദുരിത നിവാരണ പ്രവർത്തനങ്ങൾക്കായി 2021 മുതൽ 2026 വരെ 2500 കോടി രൂപയാണ് വകകൊള്ളിച്ചിരിക്കുന്നത്. പ്രസ്തുത മാതൃകയിലാണ് മറ്റു നഗരങ്ങളിലെ വെള്ളപ്പൊക്ക നിവാരണ പദ്ധതിക്ക് കേന്ദ്രം രൂപകൽപ്പന നൽകുന്നത്. ഇതനുസരിച്ച് തിരുവനന്തപുരം ഉൾപ്പെടെ രാജ്യത്തെ 9 നഗരങ്ങൾക്ക് 1800 കോടി രൂപ അനുവദിച്ചിട്ടുണ്ട്. ഓരോ നഗരവും 200 കോടി രൂപയുടെ വെള്ളപ്പൊക്ക ദുരിത നിവാരണ പദ്ധതി ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കണം. തലസ്ഥാന നഗരിയിലെ വെള്ളപ്പൊക്കം നേരിടാനുള്ള ശേഷി വർദ്ധിപ്പിക്കാനാണ് പദ്ധതി ലക്ഷ്യമിടുന്നത്. ഈ മാസം അവസാനത്തോടെ പ്രസ്തുത നിർദ്ദേശങ്ങൾ കേന്ദ്ര സർക്കാരിന് സമർപ്പിക്കണമെന്ന് കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖർ എക്സിൽ കുറിച്ചു. കേന്ദ്ര സർക്കാരിന്റെ പദ്ധതികൾ കൂടുതലായി തലസ്ഥാന നഗരിയിലേക്ക് കൊണ്ടുവരുന്നതിലൂടെ കോർപ്പറേഷൻ ഭരണമാണ് ഏതായാലും BJP ലക്ഷ്യമിടുന്നത്. അമൃത ന്യൂസ്, തിരുവനന്തപുരം.